ഇന്നൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതൊന്ന് കഴിച്ചാൽ തന്നെ നമ്മളുടെ വയറ് ഫുള്ളാവും. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ് ആദ്യം തന്നെ റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ചെറിയ ജീരകം പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 കളറിലുള്ള ക്യാപ്സിക്കോൺ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. വെന്തതിന് ശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്നിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്രീമി ടെക്സ്ചറിലായി വരും. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡിയായി. ഇനി ഇത് ഓരോ ബണ്ണിനുള്ളിലും ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബണ്ണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം അവിടെ തന്നെ ഫിക്സ് ചെയ്യുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ചീസി ഗാർലിക് ബ്രെഡ് മിക്സും കൂടെ ചേർത്തിട്ടുണ്ട്. അത് അത്യാവശ്യമല്ല, അതിന് പകരം കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോ ബണ്ണും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻസിൽ അറിയിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.